എല്ലാവർക്കും നമസ്കാരം. ഇന്റൽ ലെസന്റെ പുതിയൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കരിക്കുലം പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് 10-20 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മുൻ വർഷങ്ങളിൽ HSC പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ വന്നിരുന്ന ഒരു മേഖലയാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽസ് ഓഫ് ടീച്ചിങ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? ഇതൊരു ഡിസൈൻ ആണ് അല്ലേ? അല്ലെങ്കിൽ ഒരു പ്ലാൻ അല്ലെങ്കിൽ പാറ്റേൺ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്യാൻ, ഷേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എഫക്റ്റീവ് ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഓർ പാറ്റേൺ ആണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്, ഇല്ലേ? ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ടീച്ചർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ലേണിംഗ് സ്റ്റുഡൻസ് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ നടത്തുന്നു എന്നൊക്കെ ഉള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലൂടെ സാധിക്കും. അപ്പോൾ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു പ്ലാൻ അല്ലെങ്കിൽ പാറ്റേൺ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, മോഡൽസ് ഓഫ് ടീച്ചിങ് ഈസ് എ പ്ലാൻ ഓർ പാറ്റേൺ യൂസ്ഡ് ടു എന്തിനു വേണ്ടിയിട്ടാണ്? ഷേപ്പ് അല്ലെങ്കിൽ ഡിസൈൻ കരിക്കുലം. ഓക്കെ, ഓർ ഇംപ്ലിമെന്റിങ് ഇൻസ്ട്രക്ഷൻ വെരി എഫക്റ്റീവ്ലി. നമ്മുടെ ഇൻസ്ട്രക്ഷൻ വളരെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് പ്ലാനിനെയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് ഡെവലപ്പ് ചെയ്തത് ബ്രൂസ് ജോയ്സും മാർഷ വെയിലും ചേർന്നാണ്. ബ്രൂസ് ജോയ്സ് ആൻഡ് മാർഷ വെയിൽ. ഓക്കെ, ബ്രൂസ് ജോയ്സും മാർഷ വെയിലും ചേർന്നാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി മോഡൽസ് ഓഫ് ടീച്ചിങ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒന്ന് ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ടീച്ചിങ് എഫക്റ്റീവ്ലി. അതേപോലെ തന്നെ ടു ഇംപ്രൂവ് ലേണിംഗ് ഔട്ട്കം, സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലേ? പിന്നെ അതേപോലെ തന്നെ എന്താണ്? ടു ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി, അതേപോലെ തന്നെ ഇന്നവേഷൻ ക്രിയേറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ്? മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു 4 ഫാമിലീസ് വരുന്നുണ്ട്. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ 4 ഫാമിലീസ് ഏതൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് ഏതാണെന്ന് പറയാം, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയാണ്. 2 സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി. 3 പേഴ്സണൽ ഫാമിലി. 4 ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി. ഏതൊക്കെയാണ്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി, തേർഡ് വൺ ഈസ് പേഴ്സണൽ ഫാമിലി, ദെൻ ഫോർത്ത് വൺ ഈസ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി. ഇങ്ങനെ 4 ഫാമിലീസ് ആണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ ഉള്ളതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഓരോ ഫാമിലിക്കും ഓരോ ഫോക്കസ് ഉണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് അത് ഫോക്കസ് ചെയ്യുന്നത്. കുട്ടികളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഫോക്കസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഏതാണ്? സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി. അതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഡെവലപ്പിംഗ് സോഷ്യൽ സ്കിൽസ്. എന്തിനുള്ളതാണ്? സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിലെ മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫാമിലി എന്ന് പറയുന്നത് പേഴ്സണൽ ഫാമിലി, പേഴ്സണൽ ഡെവലപ്മെന്റ് ഫാമിലി എന്ന് പറയാം. സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുക, ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, പേഴ്സണൽ ഫാമിലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫാമിലിയാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി. എന്ന് പറയുമ്പോഴത്തേക്കിന് ബിഹേവിയറിന് മോഡിഫിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റീഇൻഫോഴ്സ്മെന്റിലൂടെയൊക്കെ റിവാർഡിലൂടെയൊക്കെ എന്താണ്? ബിഹേവിയറിന് മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ്. ഒബ്സർവബിൾ ബിഹേവിയറിന് മോഡിഫിക്കേഷൻ വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ ഫാമിലീസിലും കുറെ മോഡൽസ് ഉണ്ട്. ഇപ്പൊ ആദ്യം പറഞ്ഞ മോഡൽ ഏതാണ്? ഫാമിലി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി പറഞ്ഞു. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു? ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആണെന്ന് പറഞ്ഞു. ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്റലക്ച്വൽ കപ്പാസിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, മോഡലുകളാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നതാണ് നമ്മളുടെ ഏതാണ്? ഡേവിഡ് ഓസ്വെലിന്റെ അഡ്വാൻസ് ഓർഗനൈസർ, ജെറോമസ് ബ്രൂണറിന്റെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ. ആരുടേതാണ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ? ഹിൽഡ ടാവയുടേതാണ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ. അതേപോലെ തന്നെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, റിച്ചാർഡ് സച്ച്മാന്റെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നതാണ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ പറഞ്ഞു ഇല്ലേ? ഇനി അടുത്ത ഫാമിലി ആയിരുന്നു ഏതാണ്? സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി എന്ന് പറയുന്നത്. ആ ഫാമിലി ഫോക്കസ് ചെയ്യുന്നത്
ഡെവലപ്പിംഗ് സോഷ്യൽ സ്കിൽസ് ആണെന്ന് പറഞ്ഞു അല്ലെ. കുട്ടികളിൽ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലെ മോഡൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെയാണെന്നറിയോ? റോൾ പ്ലേയിങ് മോഡൽ വരുന്നുണ്ട്. റോൾ പ്ലേയിങ് മോഡൽ ഫാനി ഷാഫ്റ്റലും ജോർജ് ഷാഫ്റ്റലും ചേർന്നാണ് റോൾ പ്ലേയിങ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉണ്ട് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ എന്ന് പറയും. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ അത് ഹെർബർട്ട് തെലനാണ്. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹെർബർട്ട് തെലനാണ്. അതേപോലെ ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ അത് ഈ സോഷ്യൽ സ്കിൽസ് ഒക്കെ സോഷ്യൽ ഇഷ്യൂസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അനലൈസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ എന്ന് പറയുന്നത്. ഇത് ഡൊണാൾഡ് ഒലിവറും ജെയിംസ് ഷേവറും ചേർന്നാണ് ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡൊണാൾഡ് ഒലിവറും ജെയിംസ് ഷേവറും ചേർന്നിട്ട്. മറ്റൊരു മോഡലാണ് സോഷ്യൽ ഇൻക്വയറി മോഡൽ എന്ന് പറയും. സോഷ്യൽ ഇൻക്വയറി മോഡൽ അത് ബെയ്റൻ മസാലിയാസും ബെഞ്ചമിൻ കോക്സും ചേർന്നിട്ടാണ്. ബെയ്റൻ മസാലിയാസ് ആൻഡ് ബെഞ്ചമിൻ കോക്സ് ഡെവലപ്പ് ചെയ്തതാണ് സോഷ്യൽ ഇൻക്വയറി മോഡൽ. അപ്പൊ ഇത്രയും മോഡലുകൾ ഏത് ഫാമിലിയിലാണ്? സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിൽ വരുന്നതാണ്. ഈ മോഡലുകളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് സോഷ്യൽ സ്കിൽസ് ആണ് കേട്ടോ. അപ്പൊ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത മോഡലായിരുന്നു പേഴ്സണൽ മോഡൽ അല്ലെ, പേഴ്സണൽ ഫാമിലി. അടുത്ത ഫാമിലിയാണ് പേഴ്സണൽ ഫാമിലി. ആ പേഴ്സണൽ ഫാമിലിയിൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? വ്യക്തിയുടെ സെൽഫ് ഡെവലപ്മെന്റ്, സെൽഫ് ഗ്രോത്ത് അല്ലെ ഇമോഷണൽ ഡെവലപ്മെന്റ്, അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു മോഡലാണ് നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ. അത് കാൾ റോജേഴ്സിൻ്റെതാണ്. നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ ഡെവലപ്ഡ് ബൈ കാൾ റോജേഴ്സ്. പിന്നെ ഉണ്ടല്ലോ സെൽഫ് ആക്ച്വലൈസേഷൻ ഇല്ലേ, സെൽഫ് ആക്ച്വലൈസേഷൻ ഡെവലപ്ഡ് ബൈ എബ്രഹാം മാസ്ലോ. പിന്നെ അവയർനെസ് ട്രെയിനിങ് മോഡൽ, അവയർനെസ് ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അത് ഫ്രിറ്റ്സ് പേഴ്സും പോൾ ഗുഡ്മാനും ഒക്കെ ചേർന്നിട്ടാണ്. ഫ്രിറ്റ്സ് പേഴ്സ് ആൻഡ് പോൾ ഗുഡ്മാൻ. ഓക്കെ, ഏതാണ്? അവയർനെസ് ട്രെയിനിങ് മോഡൽ. മറ്റൊരു മോഡലാണ് സിനെറ്റിക്സ് മോഡൽ എന്ന് പറയും. സിനെറ്റിക്സ് മോഡൽ അത് വില്യം ഗോർഡൻ ആണ് സിനെറ്റിക്സ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സിനെറ്റിക്സ് മോഡൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ക്രിയേറ്റിവിറ്റി, ഇന്നോവേറ്റീവ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോഡലാണ് സിനെറ്റിക്സ് മോഡൽ എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് HSA. സിനെറ്റിക്സ് മോഡൽ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡൽ ഏതാണ്? സിനെറ്റിക്സ് മോഡൽ. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? വില്യം ഗോർഡൻ ആണ്. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും മോഡലുകൾ പേഴ്സണൽ ഫാമിലിയിൽ വരുന്നതാണ്. നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ, സെൽഫ് ആക്ച്വലൈസേഷൻ, സിനെറ്റിക്സ് മോഡൽ, അതേപോലെ അവയർനെസ് ട്രെയിനിങ് മോഡലൊക്കെ ഏതിൽ വരും? പേഴ്സണൽ ഫാമിലിയിലാണ് വരിക. ഓക്കെ, ഇനി അടുത്ത മോഡലാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി എന്ന് പറയും. ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി, ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അല്ലേ. അതിന് നമ്മൾ റിവാർഡ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ എന്ത് ചെയ്യാം, ബിഹേവിയറിനെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ഒരു പെർഫോമൻസ്ഡ് ബേസ്ഡ് ലേണിംഗ് ആണിത്. പെർഫോമൻസ്ഡ് ബേസ്ഡ് ലേണിംഗ് ആണ് ഈ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിലെ മോഡൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഏതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്? BF സ്കിന്നറിന്റെ ആണ്. ചിലപ്പോൾ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ അല്ലെ പ്രോഗ്രാംഡ് ലേണിംഗ് എന്നായിരിക്കാൻ ചോദിക്കുന്നത്. ഏത് ഫാമിലിയിലാണെന്ന് ചോദിച്ചാൽ BF സ്കിന്നറിന്റെ തിയറിയെ അടിസ്ഥാനമാക്കി രൂപീകരിച്ച ഒരു പഠന രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഏതാണ്? BF സ്കിന്നർ ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനോ അല്ലെ പ്രോഗ്രാംഡ് ലേണിംഗ് എന്നോ തന്നാലും ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് തന്നാലും ഏത് ഫാമിലിയിൽ വരും? ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിലാണ് വരിക. ഓക്കെ, അടുത്തതാണ് മാസ്റ്ററി ലേണിംഗ് മോഡൽ എന്ന് പറയും. അത് നമ്മളുടെ ആരാണെന്നറിയാമോ? ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെതാണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ്. മാസ്റ്ററി ലേണിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ എസ് ബ്ലൂം ആണെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലും കൂടിയുണ്ട്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ അത് ഏഞ്ചൽ മാനും ബെക്കറും ചേർന്നാണ്. ഏഞ്ചൽ മാൻ ആൻഡ് ബെക്കർ എന്ന് പറയുന്ന രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ. ഇത് ഏതിനകത്താണ് വരുന്നതെന്ന് അറിയാമോ? ഈ 3 കാര്യങ്ങൾ, അതായത് ഓപ്പറന്റ് കണ്ടീഷനിങ്, മാസ്റ്ററി ലേണിംഗ് മോഡൽ, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ബാക്കി നമുക്ക് ഇതുമായിട്ടുള്ള ബാക്കിയുള്ള ഇതെല്ലാം പുറകാല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കണ്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എക്സാമിന് പോവുക. അധികം സമയമില്ല അറിയാം. അപ്പൊ ഞാൻ നീട്ടുന്നില്ല, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Another question: who defined models of teaching as plans or patterns used to shape curricula and guide instruction? Options: H.C. Tava, B.F. Skinner, C. Bruce Joyce and Marsha Vale,
ആൻഡ് ഓപ്ഷൻ ഡി കാൾ റോജേഴ്സ്. ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഡിഫൈൻഡ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആസ് പ്ലാൻസ് ഓർ പാറ്റേൺസ് യൂസ്ഡ് ടു ഷേപ്പ് കരിക്കുലം ആൻഡ് ഗൈഡ് ഇൻസ്ട്രക്ഷൻ. നമുക്കറിയാം മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ എഫക്റ്റീവ് ആയിട്ട് നടത്താനുള്ള ഒരു പ്ലാൻ ആണ്, അല്ലെ പാറ്റേൺ ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ബ്രൂസ് ജോയ്സും മാർഷ വെയിലും ആണെന്ന് പഠിച്ചു ഇല്ലേ? അപ്പൊ ആൻസർ ഏതാണ്? ബ്രൂസ് ജോയ്സ് ആൻഡ് മാർഷ വെയിൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. ബ്രൂസ് ജോയ്സ് ആൻഡ് മാർഷ വെയിൽ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ടു മേക്ക് ടീച്ചിങ് എഫക്റ്റീവ് അല്ലേ? ടീച്ചിങ് എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതേപോലെ ടു ഇംപ്രൂവ് ലേണിംഗ് ഔട്ട്കംസ്. ലേണിംഗ് ഔട്ട്കം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ഔട്ട്കം ലഭിക്കണം. അതേപോലെ തന്നെ എന്താണ്? ടു ഡെവലപ്പ് തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കുട്ടികളുടെ എന്താണ് ചിന്താ പ്രക്രിയ, അതേപോലെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, അവരുടെ ധാരണ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത് എന്താണ് ടീച്ചിങ് വളരെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മോഡൽസ് ഓഫ് ടീച്ചിങ് ഡിസ്ക്രൈബ്സ് ഹൗ ടീച്ചർ ടീച്ച് ആൻഡ് ഹൗ എഫക്റ്റീവ്ലി സ്റ്റുഡൻസ് ലേൺ ദെയർ കൺസെപ്റ്റ്സ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ കുട്ടികളുടെ കുട്ടികൾ എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടാണ് ലേൺ ചെയ്യുന്നത്, അതേപോലെ തന്നെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ടീച്ച് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു ഗൈഡാണ്, അല്ലെങ്കിൽ പ്ലാൻ ആണ് ഏത് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബ്രൂസ് ജോയ്സും മാർഷ വെയിലും ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പ്ലാൻ ഓർ പാറ്റേൺ യൂസ്ഡ് ടു ഷേപ്പ് കരിക്കുല ആൻഡ് ഗൈഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ബ്രൂസ് ജോയ്സും മാർഷ വെയിലും ചേർന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മോഡൽസ് ഓഫ് ടീച്ചിങ് ആർ മെയിൻലി യൂസ്ഡ് ടു. മോഡൽസ് ഓഫ് ടീച്ചിങ് ആർ മെയിൻലി യൂസ്ഡ് ടു. എന്തിനാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ മെയിൻറ്റെയിൻ ക്ലാസ് റൂം ഡിസിപ്ലിൻ, ബി ഡിസൈൻ ആൻഡ് ഓർഗനൈസ് ടീച്ചിങ് സിസ്റ്റമാറ്റിക്കലി, സി ഗീവ് ഹോംവർക്ക് ആൻഡ് ഡി ഇവാലുവേറ്റ് ടീച്ചേഴ്സ്. എന്തായിരിക്കും മോഡൽസ് ഓഫ് ടീച്ചിങ് എന്തിനാ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? കരിക്കുലം ഡിസൈൻ ചെയ്യാനാണ്. അങ്ങനെ ടീച്ചിങ് പ്രോസസ്സ് വളരെ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇല്ലേ? നമ്മുടെ ടീച്ചിങ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോഡൽസ് ഓഫ് ടീച്ചിങ് ആർ മെയിൻലി യൂസ്ഡ് ടു ഡിസൈൻ ആൻഡ് ഓർഗനൈസ് ടീച്ചിങ് സിസ്റ്റമാറ്റിക്കലി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡിസൈൻ ആൻഡ് ഓർഗനൈസ് ടീച്ചിങ് സിസ്റ്റമാറ്റിക്കലി. ദെൻ മൂന്നാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാമിലി ഓഫ് ടീച്ചിങ് മോഡൽസ്. താഴെ തന്നിരിക്കുന്നതിൽ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ഫാമിലിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഇല്ലേ? അപ്പൊ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് 4 ഫാമിലീസ് ഉണ്ടെന്ന് അറിയാലോ ഇല്ലേ? ഏതൊക്കെയാണ് ആ ഫാമിലീസ് എന്ന് പറയുന്നത്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി, പേഴ്സണൽ ഫാമിലി, പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി. ഇങ്ങനെ 4 ഫാമിലീസ് ആണ് ഉള്ളത് ഇല്ലേ? ഏതൊക്കെയാണ്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി, സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി ആൻഡ് പേഴ്സണൽ ഫാമിലി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി, സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി ആൻഡ് ഡി മെക്കാനിക്കൽ ഫാമിലി ഏതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ഫാമിലിയിൽ പെടാത്തത്? ഓപ്ഷൻ ഡി മെക്കാനിക്കൽ ഫാമിലി ആണ്. ഓപ്ഷൻ ഡി മെക്കാനിക്കൽ ഫാമിലി. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഓഫ് മോഡൽസ് ഫോക്കസ് ഓൺ. ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, നമ്മൾ 4 ഫാമിലീസ് പറഞ്ഞു. അതിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബിഹേവിയർ ചേഞ്ച്, ബി സോഷ്യൽ സ്കിൽസ്, സി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് തിങ്കിങ്, ഡി ഇമോഷണൽ ഗ്രോത്ത്. എന്തിനായിരിക്കും? ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഫോക്കസ് ചെയ്യുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അത് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഫോക്കസ് ഓൺ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് തിങ്കിങ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് തിങ്കിങ് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ കുറച്ച് മോഡൽസ് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഓരോ ഫാമിലിയിൽ 4 ഫാമിലീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 ഫാമിലീസിലുമായിട്ട് പല മോഡൽസ് ഉണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ മെയിൻലി ഫോക്കസ് ഓൺ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്.
അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ബ്രൂണറിന്റെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, പിന്നെ ഹിൽഡ ടാബയുടെ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, പിന്നെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, റിച്ചാർഡ് സച്ച്മാന്റെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, ഡേവിഡ് ഓസ്ബെലിന്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, അതേപോലെ തന്നെ മെമ്മറി മോഡൽ. ഇതെല്ലാം എന്താണ്, ഈ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അല്ലെ മെമ്മറി മോഡൽ, ഇതെല്ലാം തന്നെ എന്താണ്, ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ ഉൾപ്പെടുന്ന ടീച്ചിങ് മോഡൽസ് ആണ്. ഏതൊക്കെയാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ജെറോമസ് ബ്രൂണറുടെ ആണെന്നറിയാം. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ആരുടേതാണ്? ഹിൽഡ ടാബയുടേതാണ്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ റിച്ചാർഡ് സച്ച്മാന്റേതാണ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഓസ്ബെലിന്റേതാണ്. അതേപോലെ തന്നെ മെമ്മറി മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ, അതും ഈ ഡേവിഡ് ഓസ്ബെലിന്റേത് തന്നെ ആയിട്ട്, അതും അദ്ദേഹത്തിന്റെ അതേപോലെയുള്ള മറ്റ് സൈക്കോളജിസ്റ്റ് ഒക്കെ ചേർന്ന് കൊണ്ടുവന്നതാണ്. അതും ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നതാണ്. അപ്പൊ അത് നമ്മൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ ഞാൻ ഉൾപ്പെടുത്താൻ മാക്സിമം നോക്കാം. അപ്പോൾ ഇത് നോക്കുക. ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഓഫ് മോഡൽസ് ഫോക്കസ് ഓൺ, ഓപ്ഷൻ സി ആണ് ആൻസർ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് തിങ്കിങ്. ദെൻ അഞ്ചാമത്തെ ചോദ്യം, ദ മെയിൻ ഫോക്കസ് ഓഫ് ദ ബിഹേവിയറൽ മോഡൽ ഈസ്. എന്തായിരിക്കും ബിഹേവിയർ മോഡലിന്റെ മെയിൻ ഫോക്കസ്? എന്തായിരിക്കും? ഓപ്ഷൻ എ ക്രിയേറ്റിവിറ്റി, ബി പ്രോബ്ലം സോൾവിംഗ്, സി മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് ഡി ഇമോഷണൽ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ ബിഹേവിയറൽ മോഡലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എന്താണ്? കുട്ടികളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത്തരം മോഡൽ യൂസ് ചെയ്യുന്നത് കുട്ടികളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഓപ്ഷനിൽ തന്നെ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഈ ഫാമിലിയിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് അറിയാവോ? നമ്മളുടെ BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് വരുന്നുണ്ട്. ചിലപ്പോൾ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം തരിക. അപ്പൊ അത് ഏത് ഫാമിലിയിലാണെന്ന് ചോദിച്ചാൽ എന്താണ്? സ്കിന്നറിൻ്റെതാണെന്ന് അറിയാലോ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്, അതേപോലെ തന്നെ ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ മാസ്റ്ററി ലേണിംഗ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. മാസ്റ്ററി ലേണിംഗ് മോഡൽ, ബ്ലൂമിന്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം ഇല്ലേ? കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സൈക്കോമോട്ടോർ ഡൊമൈനിൽ ഒരു സ്കില്ല് പഠിക്കുന്നതിനെ സംബന്ധിച്ചാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാസ്റ്ററി ലേണിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ അത് ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെതാണെന്ന് ഓർക്കുക. ഓക്കെ, മാസ്റ്ററി ലേണിംഗ് മോഡൽ, ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് മാസ്റ്ററി ലേണിംഗ് മോഡൽ. ഓക്കെ, അപ്പോൾ അത് ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെതാണ്. പിന്നെ എന്താണ്? ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയും. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ മറ്റൊരു മോഡലാണ്. അത് എങ്കിൽമാൻ ആൻഡ് ബെക്കർ, അങ്ങനെ രണ്ടുപേര് ചേർന്നിട്ടാണ് ആ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി ഫോക്കസ് ചെയ്യുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ്. ഓപ്ഷൻ സി മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ആ ഫാമിലിയിൽ വരുന്ന 2-3 മോഡൽസ് കൂടെ പറഞ്ഞത്, ഒന്ന് ഓപ്പറന്റ് കണ്ടീഷനിങ് BF സ്കിന്നറിൻ്റെത്, അടുത്തത് മാസ്റ്ററി ലേണിംഗ് മോഡൽ, അത് ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെതാണ്. പിന്നെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയും, അത് എങ്കിൽമാൻ ആൻഡ് ബെക്കർ. അതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ജെറോം എസ് ബ്രൂണർ? ജെറോം ബ്രൂണർ ഡെവലപ്പ് ചെയ്ത മോഡൽ ഏതാണ്? ഇത് പിന്നെ സംശയം ഒന്നും ആർക്കും വരത്തില്ല, അത് കാണാപ്പാടമാണ് എല്ലാവർക്കും അല്ലെ. ഇനി എന്നാലും ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ബി ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, സി അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആൻഡ് ഡി റോൾ പ്ലേയിങ് മോഡൽ. ഏതാണ്? കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലാണ് ബ്രൂണറിൻ്റെത്, ജെറോമസ് ബ്രൂണറിൻ്റെത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലാണ് അല്ലേ. ഇത് ഏത് ഫാമിലിയിലാണ് പെടുക? നമ്മുടെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ഏത് ഫാമിലിയിലാണ് ബ്രൂണറിന്റെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ പെടുന്നത്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലാണ്. കാരണം ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്ന അല്ലെ എംഫസിസ് കൊടുക്കുന്നത് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഊന്നൽ കൊടുക്കുന്നത് എന്തിനാണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ദ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ. ഈ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡേവിഡ് ഓസ്ബെൽ, ബി റിച്ചാർഡ് സച്ച്മാൻ, സി കാൾ റോജേഴ്സ് ആൻഡ് ഡി ഫാനി ഷാപ്റ്റൽ. ആരായിരിക്കും ഇൻക്വയറി ട്രെയിനിങ് മോഡൽ? ഇൻക്വയറി ട്രെയിനിങ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ ബി ആണ്, റിച്ചാർഡ് സച്ച്മാൻ ആണ്. അപ്പൊ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഏത് ഫാമിലിയിലാണ് പെടുന്നത്?
ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ വരുന്നത് അല്ലേ. കുട്ടിയിൽ സയന്റിഫിക് ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള മോഡലാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്നൊക്കെ പറയുന്നത്. അന്വേഷണാത്മകതയൊക്കെ അവരിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ദ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ റിച്ചാർഡ് സച്ച്മാൻ. ഓക്കെ. Then, എട്ടാമത്തെ ചോദ്യം, which model is designed to develop democratic values and teamwork? Which model is designed to develop democratic values and teamwork? അപ്പോൾ ഇവിടെ എന്താണ് ഗ്രൂപ്പ് വർക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഓപ്ഷൻ എ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ, ബി ഓപ്പറന്റ് കണ്ടീഷനിങ് മോഡൽ, സി മാസ്റ്ററി ലേണിംഗ് മോഡൽ ആൻഡ് ഡി സിനറ്റിക്സ് മോഡൽ. ഏതായിരിക്കും? ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ ടീം വർക്ക്, ഡെമോക്രാറ്റിക് വാല്യൂസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അത് അപ്പോൾ ഇത് ഏത് മോഡലായിരിക്കും ഇതിനകത്ത് വരുന്നത്? ഓപ്ഷൻ എ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലാണ് വരിക അല്ലേ. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ. ഇതാ നോക്കിക്കേ, ഈ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡല് നമ്മളുടെ ഏത് ഫാമിലിയിലാണ് പെടുന്നതെന്ന് അറിയാമോ? സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിലായിരിക്കും. അത് സംശയവും ഇല്ലല്ലോ. സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിലാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡല് കൊണ്ടുവന്നിരിക്കുന്നത് ഹെർബർട്ട് തെലൻ ആണ്. ആരാണെന്നറിയാമോ? ഹെർബർട്ട് തെലൻ ആണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി മറ്റൊരു മോഡലാണ് ഈ സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിൽ പെടുന്ന മറ്റൊരു മോഡലാണ് റോൾ പ്ലേയിങ് മോഡൽ എന്ന് പറയും. റോൾ പ്ലേയിങ് മോഡൽ, അതായത് ലേണിംഗ് ത്രൂ ആക്ടിങ് ഔട്ട് ഓഫ് റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയാം. റോൾ പ്ലേയിങ് മോഡൽ അത് ഡെവലപ്പ് ചെയ്തത് ഫാനി ഷാഫ്റ്റലും ജോർജ് ഷാഫ്റ്റലും ചേർന്നാണ്. ഫാനി ഷാഫ്റ്റൽ ആൻഡ് ജോർജ് ഷാഫ്റ്റൽ. ഇപ്പൊ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ഹെർബർട്ട് തെലൻ, റോൾ പ്ലേയിങ് മോഡൽ ഫാനി ഷാഫ്റ്റൽ ആൻഡ് ജോർജ് ഷാഫ്റ്റൽ. പിന്നെ അതേപോലെ മറ്റൊരു മോഡലും കൂടി ആ ഫാമിലിയിൽ വരുന്നുണ്ട്, ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ എന്ന് പറയും. ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ഷേവർ ആണ്. ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ഷേവർ എന്ന് പറയും. ഈ ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജൂറിസ് പ്രുഡൻഷ്യൽ മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അനലൈസ് സോഷ്യൽ ഇഷ്യൂസ്. ഇപ്പൊ കുട്ടികളെ സോഷ്യൽ ഇഷ്യൂസ് അനലൈസ് ചെയ്യാൻ പഠിപ്പിക്കാനൊക്കെ നമുക്ക് ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ ഉപയോഗിക്കാം. അപ്പോൾ ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ ഡെവലപ്പ് ചെയ്തത് ഡൊണാൾഡ് ഒലിവറും ജെയിംസ് ഷേവറും ചേർന്നാണ് കേട്ടോ. ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ഷേവർ. ഇനി മറ്റൊരു മോഡലുണ്ട് സോഷ്യൽ ഇൻക്വയറി മോഡൽ എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിൽ വരുന്നതാണ്. സോഷ്യൽ ഇൻക്വയറി മോഡൽ എന്ന് പറയും. അത് ബെയ്റൻ മസാലിയാസ് ആൻഡ് ബെഞ്ചമിൻ കോക്സ് ആണ്. ബെയ്റൻ മസാലിയാസും ബെഞ്ചമിൻ കോക്സും ചേർന്നിട്ടാണ് സോഷ്യൽ ഇൻക്വയറി മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സോഷ്യൽ ഇൻക്വയറി മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബെയ്റൻ മസാലിയാസും ബെഞ്ചമിൻ കോക്സും ചേർന്നിട്ടാണ്. അപ്പോൾ ഞാൻ ഈ 3-4 മോഡൽസ് പറഞ്ഞു. സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി എന്ന് പറയുന്ന ആ ഫാമിലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഡെവലപ്പിംഗ് സോഷ്യൽ സ്കിൽസ്. എങ്ങനെയാണ് കുട്ടികളിൽ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന മറ്റ് മോഡലുകളാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ഹെർബർട്ട് തെലൻ, റോൾ പ്ലേയിങ് മോഡൽ ബൈ ഫാനി ഷാഫ്റ്റൽ ആൻഡ് ജോർജ് ഷാഫ്റ്റൽ, ജൂറിസ് പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ ബൈ ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ഷേവർ, സോഷ്യൽ ഇൻക്വയറി മോഡൽ ബൈ ബെയ്റൻ മെസാലിയാസ് ആൻഡ് ബെഞ്ചമിൻ കോക്സ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ബാക്കി വരുന്ന ഭാഗത്ത് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി ഉൾപ്പെടുത്തും. അപ്പൊ തൽക്കാലം ഇത് മനസ്സിലാക്കുക. വിച്ച് മോഡൽ ഈസ് ഡിസൈൻ ടു ഡെവലപ്പ് ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് ടീം വർക്ക് ഏതായിരിക്കും? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അനുസരിച്ച് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലാണ്. ഓക്കെ. ഇനി 9ാമത്തത് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ. അതൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ ഓപ്ഷൻ എ ഡേവിഡ് ഓസ്ബെൽ, ബി ബെഞ്ചമിൻ ബ്ലൂം, സി ഹെർബർട്ട് തെലൻ, ഡി BF സ്കിന്നർ. ആരായിരിക്കും? ഡേവിഡ് ഓസ്ബെൽ ആണ്. എല്ലാവർക്കും അറിയില്ല ഡേവിഡ് ഓസ്ബെൽ. എന്താണ് ഈ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഏത് ഫാമിലിയിൽ വരുന്നതാണ്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നതാണ് ഇല്ലേ. അതായത് നമുക്ക് ലഭിക്കുന്ന പുതിയ ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലുള്ള പഴയ നോളജുമായിട്ടാണ് പഴയ ഇൻഫർമേഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു ഇല്ലേ. അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആണ് ഈ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓസ്ബെൽ കൊണ്ടുവരുന്നിരിക്കുന്ന അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ
അഡ്വാൻസ് ഓർഗനൈസറുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഓൾഡ് നോളജ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് ന്യൂ നോളജ്. പുതിയ നോളജും പഴയ നോളജും തമ്മിൽ എന്ത് ചെയ്യുക? ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അതിനെ നമ്മളുടെ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലുള്ള അറിവുമായിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്താണ് പുതിയ അറിവുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പുതിയ അറിവുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പുതിയ അറിവിനെ പഴയ അറിവുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനുള്ള ഒരു ഇതാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്നത് ഡേവിഡ് ഓസ്ബെൽ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ. അടുത്ത ചോദ്യം നോക്കിക്കേ. നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ ഓപ്ഷൻ എ B.F. സ്കിന്നർ, ബി കാൾ റോജേഴ്സ്, സി ബെഞ്ചമിൻ ബ്ലൂം ആൻഡ് ഡി ജെറോം എസ് ബ്രൂണർ. നോൺ ഡയറക്റ്റീവ് ടീച്ചിങ് മോഡൽ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡയറക്റ്റീവ് കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആരുടേതാണ്? നമുക്കറിയാം കാൾ റോജേഴ്സിൻ്റെതാണ് അല്ലെ. അപ്പോൾ ഇവിടെ നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡലും ആരുടേതാണ്? കാൾ റോജേഴ്സിൻ്റെതാണ്. ഇനി ഈ നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ ഏത് ഫാമിലിയിലാണ് വരുന്നതെന്ന് അറിയാമോ? പേഴ്സണൽ ഫാമിലിയിലാണ് വരുന്നത്. ഏതാണ്? പേഴ്സണൽ ഫാമിലിയിൽ വരുന്നതാണ് നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ. പേഴ്സണൽ ഫാമിലിയിൽ വരുന്നു. അപ്പൊ പേഴ്സണൽ ഫാമിലി എന്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ്? എന്താണ് പേഴ്സണൽ ഫാമിലി ഫോക്കസ് ചെയ്യുന്നത്? അതായത് വ്യക്തിയുടെ ഗ്രോത്ത്, പേഴ്സണൽ ഗ്രോത്ത് അല്ലെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സെൽഫ് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സൺ അല്ലെങ്കിൽ സ്റ്റുഡന്റ്, അതേപോലെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റുഡന്റ്. ഇതൊക്കെയാണ് പേഴ്സണൽ ഫാമിലി എംഫസിസ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ സെൽഫ് ഡെവലപ്മെന്റ് ഓർ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്, അതാണ് പേഴ്സണൽ ഫാമിലിയിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ അതിനകത്ത് വരുന്ന മറ്റു മോഡലുകളാണ് നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ, അത് കാൾ റോജേഴ്സിൻ്റെതാണ്. അതേപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെ സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ആരുടേതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോ. ദെൻ അവയർനെസ് ട്രെയിനിങ് മോഡൽ എന്ന് പറയും. അവയർനെസ് ട്രെയിനിങ് മോഡൽ മറ്റൊരു മോഡലാണ്. അവയർനെസ് ട്രെയിനിങ് മോഡൽ അത് ഫ്രിറ്റ്സ് പേഴ്സ് ആൻഡ് പോൾ ഗുഡ്മാൻ. പോൾ ഗുഡ്മാൻ, അതുപോലെ റാൽഫ് എന്ന് പറയുന്ന ഒരാളും കൂടിയുണ്ട്. 2-3 പേര് ചേർന്നിട്ടാണ് അവയർനെസ് ട്രെയിനിങ് മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഫ്രിറ്റ്സ് പേഴ്സ്. പിന്നെ മറ്റൊരു മോഡലും കൂടിയുണ്ട് ഈ പേഴ്സണൽ ഫാമിലിക്കകത്ത്, സിനെറ്റിക്സ് മോഡൽ എന്ന് പറയും. അതായത് സിനെറ്റിക്സ് മോഡൽ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വില്യം ജെ ഗോർഡൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള വില്യം ഗോർഡൻ ആണ് ഈ സിനെറ്റിക്സ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിനെറ്റിക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ക്രിയേറ്റിവിറ്റി, ഇന്നോവേറ്റീവ് പവറൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സിനെറ്റിക്സ് മോഡൽ. ഇത് HSAക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് സിനെറ്റിക്സ് മോഡൽ. ഇത് വില്യം ഗോർഡൻ ആണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ പേഴ്സണൽ ഫാമിലിയിൽ വരുന്നതാണ് നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ, അതേപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ, അവയർനെസ് ട്രെയിനിങ് മോഡൽ, സിനെറ്റിക്സ് മോഡൽ തുടങ്ങിയവ അത് പേഴ്സണൽ ഫാമിലിയിലാണ് വരുന്നത്. പേഴ്സണൽ ഫാമിലി ഫോക്കസ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് ഡെവലപ്മെന്റ്, അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ കാൾ റോജേഴ്സ്. ഓക്കെ. ഇനി 11, വിച്ച് മോഡൽ എംഫസൈസസ് ലേണിംഗ് ത്രൂ റീഇൻഫോഴ്സ്മെന്റ്? ലേണിംഗ് ത്രൂ റീഇൻഫോഴ്സ്മെന്റ് പ്രബലനത്തിലൂടെ എന്താണ് ലേണിംഗ് ഉറപ്പുവരുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ പഠനം നടത്തുക എന്നുള്ളതിന് പ്രാധാന്യം നൽകുന്നത് ഏത് മോഡലാണ്? ഓപ്ഷൻ എ ഓപ്പറന്റ് കണ്ടീഷനിങ്, ബി ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, സി റോൾ പ്ലേയിങ് മോഡൽ ആൻഡ് ഡി കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഇത് നോക്കിക്കേ. ഓപ്പറന്റ് കണ്ടീഷനിങ് മോഡലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. ആരുടേതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്? B.F. സ്കിന്നറിൻ്റെതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ നമ്മൾ ആ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ സ്കിന്നറിന്റെ തിയറിയൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഒരു റെസ്പോൺസിനെ ഒരു റീഇൻഫോഴ്സ്മെന്റ് അല്ലെ റിവാർഡിലൂടെ എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കുട്ടി ലേണിംഗ് എന്തിലൂടെ ഉറപ്പിച്ചെടുക്കുക? ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കുന്നതിലൂടെയൊക്കെ ഒരു പുതിയ റെസ്പോൺസിനെ ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പഠനം അവിടെ സാധ്യമാക്കുന്നു. അപ്പോൾ ഇത് ആരുടേതാണ്? B.F. സ്കിന്നറിൻ്റെതാണ് ആ തിയറി എന്നറിയാം, ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പൊ ഇത് ഏത് ഫാമിലിയിലാണ് വരുന്നത്? ആ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിലാണ്. അപ്പൊ നമ്മൾ റിവാർഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ
അല്ല എന്തെങ്കിലും പണിഷ്മെന്റ് ആണെങ്കിലും കൊടുക്കുമ്പോൾ അവിടെ എന്താണ് ഒരു പ്രതികരണത്തെ, നമുക്ക് ആശാസ്യമായ പ്രതികരണത്തെ ഉറപ്പിക്കാൻ നമ്മൾ റിവാർഡ് കൊടുക്കുന്നു, അല്ലെ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കും, അല്ലേ? അതല്ല പണിഷ്മെന്റ് കൊടുക്കുന്ന എന്തിനാ? നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രതികരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി. എങ്ങനെ ആയാലും കുട്ടിയുടെ എന്താണ് ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം, ഫോക്കസ് ചെയ്യുന്നതാണ്, അല്ലെ? അപ്പോൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിൽ വരുന്നതാണ്. ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയുടെ എന്താണ് ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ കുട്ടിയുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒരു മോഡലാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് മോഡൽ എന്ന് പറയുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് മോഡൽ, ഇല്ലേ? ഇപ്പൊ ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചു, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു, കുട്ടി ആൻസർ പറഞ്ഞു, അവനൊരു സമ്മാനം ടീച്ചർ കൊടുത്തു. അപ്പൊ വീണ്ടും എന്താണ്, അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ആയി കുട്ടിക്കത്. വീണ്ടും നാളെയും അവൻ എന്ത് ചെയ്യും? പഠിച്ചുകൊണ്ട് വരും. കാരണം നാളെയും ടീച്ചർ എനിക്ക് സമ്മാനം തരും എന്നുള്ള ഇതിൽ അവൻ എന്ത് ചെയ്യും? വീണ്ടും ആ പ്രതികരണം ആവർത്തിക്കാൻ അത് കാരണമാകുന്നു. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റിലൂടെ എന്താണ് ഒരു പ്രതികരണം ഉറപ്പിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ പഠനം സാധ്യമാക്കുന്നു എന്ന് പറയുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ് മോഡലാണ്, അല്ലേ? ആൻസർ എ ആണ് കറക്റ്റ്. ഓക്കെ, ദെൻ ദ മെയിൻ പർപ്പസ് ഓഫ് മാസ്റ്ററി ലേണിംഗ് മോഡൽ ഈസ്. മാസ്റ്ററി ലേണിംഗ് മോഡലിന്റെ മെയിൻ പർപ്പസ് എന്താണ്? എന്താണ് മാസ്റ്ററി ലേണിംഗ് മോഡൽ? ആരുടേതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ സൈക്കോ മോട്ടോർ ഡൊമൈനുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. ഇത് ആരുടേതാണ്? ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെതാണെന്ന് പറഞ്ഞു, അല്ലേ? ബെഞ്ചമിൻ എസ് ബ്ലൂം. അപ്പോൾ ഈ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുക, പഠിപ്പിച്ചത് സ്കില്ല്, ഒന്നും അറിയാതിരുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് ഒരു ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അവനത് ചെയ്യുമ്പോഴത്തേക്കിനും അവന്റെ ബിഹേവിയറിൽ എന്ത് വന്നു? മാറ്റം വന്നു, ഇല്ലേ? അപ്പൊ ഇപ്പൊ കണക്ക് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരു കുട്ടി, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാൻ വയ്യാത്ത ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ഇത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ ബിഹേവിയർ മാറി. അവൻ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അവൻ പഠിച്ചു. അപ്പൊ അവന്റെ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു, ഇല്ലേ? അതാണ് മാസ്റ്ററി ലേണിംഗ് മോഡൽ ഫോക്കസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. To teach all students at the same pace. Option B, to ensure every student attains a minimum level of mastery. And C, to grade students strictly. And D, to promote competition. എന്തായിരിക്കും? നമുക്ക് ഒരു ഇതില്ലാതെ തന്നെ നമുക്ക് ഉത്തരത്തിലെത്താൻ കഴിയും. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് ടു എൻഷുർ എവരി സ്റ്റുഡൻറ് അറ്റൈൻസ് എ മിനിമം ലെവൽ ഓഫ് മാസ്റ്ററി. എന്താണ്? ഓരോ കുട്ടിയും എന്താണ് ഒരു മിനിമം ലെവൽ അവര് ഒരു എന്താണ് അറ്റൈൻ ചെയ്തിരിക്കുക, അത് ഉറപ്പ് വരുത്തുക എന്നുള്ള എന്തെങ്കിലും ഒരു സ്കില്ലിന്റെ ആ ഒരു സ്കില്ലിന്റെ മിനിമം ലെവൽ അവർ എന്ത് ചെയ്തിരിക്കണം? അവർ അറ്റൈൻ ചെയ്തിരിക്കുക എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുകയാണ് മാസ്റ്ററി ലേണിംഗ് മോഡലിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാസ്റ്ററി ലേണിംഗ് മോഡൽ ആരുടേതാണ്? ആരാണ്? ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെതാണെന്നും കൂടി ഓർത്ത് വെക്കുക. മാസ്റ്ററി ലേണിംഗ് മോഡൽ ഏത് ഫാമിലിയിൽ വരുമെന്ന് ചോദിച്ചാൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിലാണ് വരുന്നത്. Then, which of the following belongs to the social interaction family? ഇതാ നോക്കിക്കേ, സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി. അത് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? കുട്ടികളുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയുടെ ഉദ്ദേശം തന്നെ. അപ്പൊ അതിനകത്ത് വരുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ റോൾ പ്ലേയിങ് മോഡൽ, ബി കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ആൻഡ് സി ഓപ്പറന്റ് കണ്ടീഷനിങ്, ഡി മാസ്റ്ററി ലേണിംഗ് മോഡൽ. നോക്കിക്കേ, റോൾ പ്ലേയിങ് മോഡൽ ആണോ, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് ആണോ, ഓപ്പറന്റ് കണ്ടീഷനിങ് ആണോ, മാസ്റ്ററി ലേണിംഗ് ആണോ? ഏതാണ്? റോൾ പ്ലേയിങ് മോഡലാണ്, ഇല്ലേ? ഫാനി ഷാഫ്റ്റലും ജോർജ് ഷാഫ്റ്റലും ചേർന്നാണ് റോൾ പ്ലേയിങ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫാനി ഷാഫ്റ്റൽ ആൻഡ് ജോർജ് ഷാഫ്റ്റൽ. ഇപ്പോൾ റോൾ പ്ലേയിങ് മോഡൽ എന്ന് പറയുമ്പോൾ ലേൺ ത്രൂ ആക്ടിങ് ഔട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻ. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഭിനയിച്ച് അങ്ങനെ റോൾ പ്ലേയിങ്ങിലൂടെ കാണിച്ച് നമ്മൾ പഠനം നടത്തുന്നതിനെയാണ് ഈ റോൾ പ്ലേയിങ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഫാനി ഷാഫ്റ്റലും ജോർജ് ഷാഫ്റ്റലും ചേർന്നാണ് റോൾ പ്ലേയിങ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ റോൾ പ്ലേയിങ് മോഡൽ ഏത് ഫാമിലിയിൽ പെടുമെന്ന് ചോദിച്ചാൽ സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിലാണ് ഉൾപ്പെടുക. ഓക്കെ, ദെൻ സിനറ്റിക്സ് മോഡൽ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ. സിനറ്റിക്സ് മോഡൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സിനറ്റിക്സ് മോഡൽ ഓപ്ഷൻസ് നോക്കിക്കേ. ഡെവലപ്പിംഗ് മെമ്മറി, ബി എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ, സി റീഇൻഫോഴ്സിങ് ബിഹേവിയർ, ഡി ഓർഗനൈസിങ് കണ്ടന്റ്. സിനറ്റിക്സ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫാമിലിയിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ്? പേഴ്സണൽ ഫാമിലിയിലാണ് ഇത് പെടുക. പേഴ്സണൽ ഫാമിലിയിലാണ് സിനറ്റിക്സ് മോഡൽ ഉൾപ്പെടുന്നത്. പേഴ്സണൽ ഫാമിലിയുടെ ഉദ്ദേശം എന്താണ്? സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ എന്താണ് വികാസം.
പേഴ്സണൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കുട്ടിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ സിനറ്റിക്സ് മോഡൽ യൂസ് ചെയ്തുകൊണ്ട് പറ്റും. ഈ സിനറ്റിക്സ് മോഡൽ എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ഡെവലപ്പ് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ ആണ്. എന്താണ്, കുട്ടിയിൽ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷനും ഒക്കെ എൻകറേജ് ചെയ്യാൻ അല്ലെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനറ്റിക്സ് മോഡൽ യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം ഓർത്തോളുക. സിനറ്റിക്സ് മോഡൽ ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ഗോർഡൻ ആണ്. വില്യം ജെ ഗോർഡൻ എന്ന് പറയും. സിനറ്റിക്സ് മോഡൽ ഡെവലപ്ഡ് ബൈ വില്യം ഗോർഡൻ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ എന്നുള്ളതും കൂടി ആലോചിക്കുക. അതേപോലെ സിനറ്റിക്സ് മോഡൽ ഏത് ഫാമിലിയിലാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ പേഴ്സണൽ ഫാമിലിയാണ് ആൻസർ കേട്ടോ. പേഴ്സണൽ ഫാമിലിയിലാണ് സിനറ്റിക്സ് മോഡൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. 15th question. Which of the following is a part of the personal development family? താഴെ തന്നിരിക്കുന്നതിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് ഫാമിലിയിൽ വരുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ നോൺ ഡയറക്റ്റീവ് ടീച്ചിങ് മോഡൽ, ബി കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, സി ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ആൻഡ് ഡി ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ. അത് നോക്കിക്കേ, ഏതായിരിക്കും? നമ്മൾ പേഴ്സണൽ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്താണ്, പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ആ വ്യക്തിയുടെ സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇല്ലേ. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏതാണ് ആൻസർ, നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡലാണ്. കാൾ റോജേഴ്സിന്റെ നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ അതിൽ വരുന്നതാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ ബൈ എബ്രഹാം മാസ്ലോ, അവയർനെസ് ട്രെയിനിങ് മോഡൽ ബൈ ഫ്രിറ്റ്സ് പേൾസ് ആൻഡ് പോൾ ഗുഡ്മാൻ, സിനറ്റിക്സ് മോഡൽ ബൈ വില്യം ജെ ഗോർഡൻ. വില്യം ഗോർഡൻ. അപ്പൊ സിനറ്റിക്സ് മോഡൽ, നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ, സെൽഫ് ആക്ച്വലൈസേഷൻ, അവയർനെസ് ട്രെയിനിങ് മോഡൽ, ഇതെല്ലാം പേഴ്സണൽ ഡെവലപ്മെന്റ് ഫാമിലിയിൽ വരുന്നതാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ദെൻ 16ാമത്തെ ചോദ്യം. ഇൻ ദ ഓപ്പറന്റ് കണ്ടീഷനിങ് മോഡൽ ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ഓപ്ഷൻ എ ട്രയൽ ആൻഡ് എറർ, ബി റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് റിവാർഡ്, സി ഒബ്സർവേഷൻ ആൻഡ് ഡി ഇൻസൈറ്റ്. എങ്ങനെയായിരിക്കും ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ എന്തിലൂടെയാണ് പഠനം നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് റിവാർഡ് അല്ലേ, പ്രബലനം കൊടുക്കുന്നതിലൂടെയും സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൂടെയും ഒക്കെയാണ് എന്ത് പഠനം നടക്കുന്നതല്ല, പഠനം ഉറപ്പിക്കുന്നതെന്നാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ആ തിയറിയിലൂടെ സ്കിന്നർ തെളിയിച്ചത് ഇല്ലേ. അപ്പോൾ റെസ്പോൺസിനനുസരിച്ച് സ്റ്റിമുലസ് ഉണ്ടാക്കിയെടുക്കുക, ആ സ്റ്റിമുലസ് കൊടുക്കുക, റെസ്പോൺസിനനുസരിച്ച് സ്റ്റിമുലസ് കൊടുക്കുക എന്നുള്ള കാര്യമൊക്കെയാണ് അവിടെ പറഞ്ഞത്. SRനെ RS റിലേഷനാക്കി മാറ്റിയത് സ്കിന്നർ ആണെന്നും സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പഠന രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മറന്നു പോകരുത്. ഇതൊക്കെ നമ്മളിത് ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് ഓർക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ അല്ലെ പ്രോഗ്രാംഡ് ലേണിംഗ് ഏത് തിയറി അടിസ്ഥാനമാക്കി ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലെ ആരുടെ തിയറി അടിസ്ഥാനമാക്കി എന്ന് ചോദിച്ചാൽ എന്താണ്, BS സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഓർക്കുക. അപ്പൊ റീഇൻഫോഴ്സ്മെന്റിനും റിവാർഡിനുമാണ് അവിടെ പ്രാധാന്യം എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ സമയത്ത് ഓർക്കണം. ഇനി ചിലപ്പോൾ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നായിരിക്കത്തില്ല, പ്രോഗ്രാംഡ് ലേണിംഗ് എന്നായിരിക്കാം ചിലപ്പോൾ തരിക, അല്ലെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള മോഡലായിരിക്കും തരിക. അപ്പൊ അത് ഏത് ഫാമിലിയിലാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ അറിയാലോ, ഏതാണ്, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിലാണ് വരുന്നത്. പ്രോഗ്രാംഡ് ലേണിംഗ് അല്ലെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആരുടേതാണെന്ന് ചോദിച്ചാൽ സ്കിന്നറിന്റെ പേര് ഓർത്തു വെച്ചോളൂ. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പക്കാണല്ലോ. അടുത്ത ചോദ്യം. ഹു പ്രപ്പോസ്ഡ് ദ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടോ, സോഷ്യൽ സ്കിൽസ് ഫോക്കസ് ചെയ്യുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിൽ വരുന്നതാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ നമുക്കറിയാം. ഇനി നോക്കിക്കേ, ആരായിരുന്നു ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ പ്രപ്പോസ് ചെയ്തത്? ഓപ്ഷൻ എ ഹെർബർട്ട് തെലൻ, ബി ബെഞ്ചമിൻ ബ്ലൂം, സി ബ്രൂസ് ജോയ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫാനി ഷാഫ്റ്റൽ. ആരാണ്? ഹെർബർട്ട് തെലൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഹെർബർട്ട് തെലൻ. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഹെർബർട്ട് തെലൻ. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ഏത് ഫാമിലിയിൽ പെടുമെന്ന് ചോദിച്ചാൽ സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിലാണ് പെടുക. ഇറ്റ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് സോഷ്യൽ സ്കിൽസ് ഇൻ സ്റ്റുഡൻസ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മോഡൽ ഹെൽപ്സ് സ്റ്റുഡൻസ് ഇൻ ഡെവലപ്പിംഗ് സയന്റിഫിക് ഇൻക്വയറി ആൻഡ് ക്വസ്റ്റ്യനിങ്. കുട്ടികളിൽ എന്താണ് ശാസ്ത്രീയ അന്വേഷണവും അതേപോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യനിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന മോഡൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ
ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, ബി മാസ്റ്ററി ലേണിംഗ് മോഡൽ, സി റോൾ പ്ലേയിങ് മോഡൽ ആൻഡ് ഡി സിനറ്റിക്സ് മോഡൽ. ഏതായിരിക്കും? ഇൻക്വയറി ട്രെയിനിങ് ആണോ, മാസ്റ്ററി ലേണിംഗ് ആണോ, റോൾ പ്ലേയിങ് ആണോ, സിനറ്റിക്സ് മോഡൽ ആണോ, ഡെവലപ്പിംഗ് സയന്റിഫിക് ഇൻക്വയറി ആൻഡ് ക്വസ്റ്റ്യനിങ്? ഏതാണ്? ഓപ്ഷൻ എ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ആണ് അല്ലേ? ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ആണ്. അപ്പൊ ഏത് ഫാമിലിയിൽ വരുന്നതാണ്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ ഫാമിലിയിൽ വരുന്നതാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ വരുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തതാരാണ്? ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഡെവലപ്പ് ചെയ്തത് റിച്ചാർഡ് സെഷ്മൻ ആണ്. റിച്ചാർഡ് സെഷ്മൻ. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ റിച്ചാർഡ് സെഷ്മൻ. ഓക്കെ. 19ാമത്തെ ചോദ്യം, വിച്ച് ടീച്ചിങ് മോഡൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ അഫക്റ്റീവ് ഡൊമൈൻ ലേണിംഗ്? വിച്ച് ടീച്ചിങ് മോഡൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ അഫക്റ്റീവ് ഡൊമൈൻ ലേണിംഗ്? അഫക്റ്റീവ് ഡൊമൈൻ ലേണിംഗിന് വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടീച്ചിങ് മോഡൽ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. എ നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ, ബി കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, സി മാസ്റ്ററി ലേണിംഗ് മോഡൽ ആൻഡ് ഡി അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, അഫക്റ്റീവ് ഡൊമൈനിൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പോൾ ബെഞ്ചമിൻ ബ്ലൂമിന്റെ 3 ഡൊമൈൻസ് നമുക്കറിയാം. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അതിൽ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഫീലിംഗ് ആണ് ഇല്ലേ? ഇമോഷൻസുമായി ബന്ധപ്പെട്ടതാണ്. ശരിയല്ലേ? അല്ലേ? ഇമോഷൻസുമായി ബന്ധപ്പെട്ടതാണ്. ഫീലിംഗ് ഫീൽഡാണ്. കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നോളജ് ഫീൽഡ് ആണെങ്കിൽ അഫക്റ്റീവ് എന്ന് പറയുന്നത് ഫീലിംഗ് ആണ്. സൈക്കോമോട്ടോർ എന്ന് പറയുമ്പോൾ ഡൂയിങ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ അഫക്റ്റീവ് ഡൊമൈൻ ലേൺ ചെയ്യുന്നതിന് ഏറ്റവും സ്യൂട്ടബിൾ ഏതായിരിക്കും? ഫീലിംഗ് ആണെന്ന് പറഞ്ഞു, ഇമോഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഓർക്കുക, ഇമോഷനുമായി ബന്ധപ്പെട്ട ഫാമിലി ഏതായിരുന്നു? ഇമോഷനുമായി ബന്ധപ്പെട്ട ഫാമിലി ഏതായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിക്കുക, ഇമോഷനുമായി ബന്ധപ്പെട്ട ഫാമിലി ഏതായിരുന്നു എന്നുള്ളത്. ഇമോഷണൽ ഡെവലപ്മെന്റ്, സെൽഫ് ഡെവലപ്മെന്റ്, പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? പേഴ്സണൽ ഫാമിലിയാണ്. പേഴ്സണൽ ഫാമിലിയാണ്. അപ്പൊ ആ പേഴ്സണൽ ഫാമിലിയിൽ ഏത് വരും മക്കളെ? ഇതിനകത്ത് പേഴ്സണൽ ഫാമിലിയിൽ പെടുന്നതാണ് ഏത്? നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ. ആരുടേതാണ്? കാൾ റോജറിന്റെ നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ. ഓക്കെ. അപ്പൊ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇമോഷൻസുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഒരു ക്യാരക്ടർ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡലാണ് ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? ദെൻ 20ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് മോഡൽസ് ഓഫ് ടീച്ചിങ്? മോഡൽസ് ഓഫ് ടീച്ചിങ് യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്താണ്? ഓക്കെ. ഓപ്ഷൻസ് നോക്കാം. പ്രൊമോട്ട്സ് റോട്ട് ലേണിംഗ്, ബി മേക്സ് ടീച്ചിങ് സ്ട്രക്ചേർഡ് ആൻഡ് സ്റ്റുഡന്റ് സെന്റേർഡ്, സി റെഡ്യൂസസ് ടീച്ചേഴ്സ് ക്രിയേറ്റിവിറ്റി, ഡി ഫോക്കസസ് ഓൺലി ഓൺ എക്സാംസ്. ഒന്നും എന്താണ് തലപോയിക്കേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസർ. മേക്സ് ടീച്ചിങ് സ്ട്രക്ചേർഡ് ആൻഡ് സ്റ്റുഡന്റ് സെന്റേർഡ്. അതാണ് മേക്സ് ടീച്ചിങ് സ്ട്രക്ചേർഡ് ആൻഡ് സ്റ്റുഡന്റ് സെന്റേർഡ്. അതാണ് മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മോഡൽസ് ഓഫ് ടീച്ചിങ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് വളരെ സ്ട്രക്ചേർഡും സ്റ്റുഡന്റ് സെന്റേർഡും ആക്കാനായിട്ട് നമുക്ക് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഇൻസ്ട്രക്ഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? കുട്ടികൾക്ക് വളരെ സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ പാഠങ്ങൾ പഠിക്കാനായിട്ട് അവരെ സഹായിക്കുന്നതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു 20 ചോദ്യങ്ങൾ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുകയാണ്. അപ്പോൾ ഓരോ ഫാമിലിയിൽ പെടുന്ന കാര്യങ്ങളും അത് ആരൊക്കെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അധികം സമയമില്ലാന്ന് അറിയെങ്കിലും ജസ്റ്റ് കേൾക്കുക. പിന്നെ പറ്റുന്ന ബാക്കിയുള്ളതും കൂടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഞാൻ മാക്സിമം നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ, ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇത്രയെങ്കിലും നോക്കി പോയാൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നോക്കി തന്നെ പോവുക. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി.